Welcome back friends to the part 2 of Python series in Malayalam. Okay, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സീരീസിൽ അതായത് ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആണ്. ഓക്കെ, എന്താണ് വേരിയബിൾസ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേരിയബിൾസ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, variables.py. ഓക്കെ, variables.py എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ വേരിയബിൾസ് എന്താണെന്ന് പറഞ്ഞുതരാം. വേരിയബിൾസ് നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ സിയിലാണെന്നുണ്ടെങ്കിലും ജാവാസ്ക്രിപ്റ്റിലാണെന്നുണ്ടെങ്കിലും പല രീതിയിലായിരിക്കും ആ ഒരു വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൈത്തണിലെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അസൈൻ ആവും. ഇപ്പോൾ സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സ്ട്രിങ് ആണെന്ന് ഓട്ടോമാറ്റിക്കലി അസൈൻ ആവും. ഇപ്പോൾ നമ്മളൊരു ഇൻറ്റിജർ ആണ് നമ്മൾ അതിൽ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇൻറ്റിജർ ആണെന്ന് അസൈൻ ആവും. ഫ്ലോട്ട് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത് ഇതാവും. ബൂലിയൻ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതും അസൈൻ ആവും, ഓട്ടോമാറ്റിക്കലി അസൈൻ ആവും. ഓക്കെ, അപ്പോൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുത്തു. എ എന്ന് പറയുന്ന ഒരു വേരിയബിളായി. ഈ ഒരു വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തു. എന്താ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഓക്കെ, ഹലോ നമ്മൾ ഈ ഒരു എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. വേരിയബിൾ .py. ഓക്കെ, അപ്പോൾ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്ത് ഹലോ എന്ന് സ്റ്റോർ ആയിരിപ്പുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ പ്രിന്റ് ചെയ്യാം? നമുക്ക് പ്രിന്റ്, അതായത് നമ്മൾ സ്ക്രീനിൽ കാണിക്കാൻ നമ്മൾ പ്രിന്റ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. പ്രിന്റ് എ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. കാരണം എക്കകത്താണ് ഹലോ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഇതിൻ്റെ അകത്ത് സേവ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടെ variable.py റൺ ചെയ്ത് നോക്കുക. ഹലോ എന്ന് ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. ഈ വേരിയബിളിന്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഒരു 5 ആണ് കൊടുത്തതെന്ന് വിചാരിച്ചു. ഓട്ടോമാറ്റിക്കലി എ എന്ന് പറയുന്നത് ഒരു നമ്പറായിട്ട് അസൈൻ ആവും. ഓക്കെ, അതായത് കണ്ടോ 5 എന്ന് നമുക്ക് വന്നു. അതേസമയത്ത് തന്നെ നമ്മൾ 5.6 നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ variable.py ആയിരുന്നു, 5.6 വന്നു, ഫ്ലോട്ട് വാല്യൂ ആയി. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ടൈപ്പ് നമ്മൾ നോക്കാം. ഇപ്പം നേരത്തെ നമ്മൾ നോക്കിയല്ലേ, ഇവിടെ നമ്മൾ ഹലോ എന്ന് തന്നെ നമ്മൾ കൊടുത്തെന്ന് വിചാരിച്ചോ. ഹലോ എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എ എന്ന് പറയണതിൻ്റെ, ഓക്കെ, എ എന്ന് പറയണതിൻ്റെ ടൈപ്പ് ഏതാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ടൈപ്പ് ഓഫ് എ. ടൈപ്പ് ഓഫ് എ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എ എന്ന് പറയുന്നത് എന്ത് ടൈപ്പാണെന്ന് വരും. ഇപ്പം സ്ട്രിങ് ആണോ, ഇൻറ്റിജർ ആണോ, ഫ്ലോട്ട് ആണോ, ബൂലിയൻ ആണോ, ഏതാണെന്ന് വെച്ചാൽ അതിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ ക്ലാസ് ഈസ് ഈക്വൽ ടു സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വേരിയബിൾ ആണ്. ഓക്കെ, അതേസമയത്ത് നമ്മളിപ്പോൾ ഇവിടെ 5 കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻറ്റു വരും. കണ്ടോ, ഇവിടെ ഇൻറ്റു വന്നു. അതേ സമയത്ത് 5.6 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഒരു ഫ്ലോട്ട് വരും. ഓക്കെ, അതേ സമയത്തിന് നമ്മളിപ്പോൾ ഇവിടെ ട്രൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തെന്ന് വിചാരിച്ചോ. എ ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ബൂൽ എന്ന് പറഞ്ഞുകൊണ്ട് വരും, അതായത് ബൂലിയൻ വാല്യൂ ആണ്. ഓക്കെ, കണ്ടോ, ഇവിടെ ബൂലിയൻ വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് വേരിയബിൾസ് എന്ന് പറഞ്ഞത്. വേരിയബിൾസ് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പം വേരിയബിൾസിൽ നിങ്ങൾക്ക് എന്ത് വേണോ എഴുതാം. ഓക്കെ, എങ്ങനെ വേണോ നിങ്ങൾക്ക് വേരിയബിൾസ് എഴുതാം. ഇപ്പം ഞാൻ എൻ്റെ പേര് എഴുതി അഖിൽ, ഇത് നമുക്കൊരു വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് കീവേഡ്സ് ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇഫ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്, റിസർവ്ഡ് കീവേഡാണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എൽസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ട്രൂ എന്നൊക്കെ പറയുന്നത് ഒരു റിസർവ്ഡ് കീവേഡ്സ് ആണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരിക്കലും ഒരു വേരിയബിളായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഐഡന്റിഫയർ എന്ന് പറയും. ഈ വേരിയബിളിനെ നമുക്ക് ഐഡന്റിഫയർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഐഡന്റിഫയേഴ്സ് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഐദർ നമുക്ക് റിസർവ്ഡ് അല്ലാത്ത കീവേഡ്സ് ആയിട്ട് നമുക്ക് എഴുതാം, ഇങ്ങനെ എഴുതാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്പർ ചേർത്ത് എഴുതാം. A52 ഈസ് ഈക്വൽ ടു, ഇതും ഒരു വേരിയബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അണ്ടർസ്കോറിൽ തുടങ്ങി നിങ്ങൾക്ക് വേരിയബിൾ എഴുതാം. ഇത് ഒരു വേരിയബിളായിട്ട് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം. ഇവിടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം വർക്കാവുമെന്ന്. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഐഡന്റിഫയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിനൊക്കെ ഐഡന്റിഫയേഴ്സ് ആണ്
ഐഡന്റിഫയേഴ്സ് എന്നാണ് ഇതിനെയൊക്കെ പറയുന്നത്. ഇൻ കേസ് നിങ്ങൾ ഇവിടെ 52 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തെന്ന് വിചാരിച്ചോ, ഇവിടെ നിങ്ങൾക്ക് എറർ കാണിച്ചു തരും. കാരണം എന്തുകൊണ്ടാണ്? 52 ഒരിക്കലും ഒരു ഐഡന്റിഫയർ ഒരിക്കലും നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ആവത്തില്ല. ഇറ്റ് ക്യാൻ ഓൺലി സ്റ്റാർട്ട് വിത്ത് ഐദർ അണ്ടർസ്കോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ A to Z വരുന്ന ഏത് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ A to Z എന്ന് പറയുന്ന നിങ്ങൾക്ക് ഈ ഒരു ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ, അതിനുശേഷം നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ മാത്രമേ നിങ്ങൾക്ക് ഐഡന്റിഫൈസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വേരിയബിൾസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതാണ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.